സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്കായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളെ പരീക്ഷയുള്ളവർ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ആറളമാണ്. ആറളം. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? നടി ശാരദയ്ക്കാണ് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. മലയാള ചലച്ചിത്ര രംഗത്തെ ആജീവനാന്ത സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആര്? എഴുത്തച്ഛൻ പുരസ്കാരം 2025 KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ള. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം 2025 നേടിയത് ആര്? ഇന്ദിരാഗാന്ധി ഗ്രാസ മാഷലാണ്. മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ഗ്രാസ മാഷലിനാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം 2025 ലഭിച്ചത്. 2025 ചൈനയെ മറികടന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇപ്പോൾ ഏതാണ്? ഇന്ത്യയാണ്. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡുറോയെ പിടികൂടാനായി കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ആരെ പിടികൂടാനാണ്? വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡുറോയെ പിടികൂടാൻ കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായിട്ട് സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ. 2026 ജനുവരി 1 മുതലാണ്. ബൾഗേറിയയുടെ പഴയ കറൻസി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ലെവ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി രാജൻ ഗുരുക്കൾ. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് രാജൻ ഗുരുക്കൾ. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കവി പ്രഭാവർമ്മയ്ക്കാണ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് സോൾലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. അദ്ദേഹത്തിന്റെ രൗദ്ര സാത്വികം ആരുടെ കൃതിയാണ്? പ്രഭാവർമ്മയുടെ. ഈ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച എഴുത്തുകാരി. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്. അരുന്ധതി റോയ്. 8ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായ കഥാകൃത്ത്. 8ാമത് കാക്കനാടൻ പുരസ്കാരം വിനു എബ്രഹാം. തീരദേശ സംരക്ഷണ സേന കമ്മീഷൻ ചെയ്ത തദ്ദേശീയമായി മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? സമുദ്രപ്രതാപ്. തീരദേശ സംരക്ഷണ സേന കമ്മീഷൻ ചെയ്ത തദ്ദേശീയമായിട്ട് നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച പുതുതലമുറ ഹെലികോപ്റ്റർ ധ്രുവ് NG ഹെലികോപ്റ്റർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത് ധ്രുവ് NG ഹെലികോപ്റ്റർ. DRDO ഒഡീഷ തീരത്ത് വിജയകരമായി പരീക്ഷിച്ച മിസൈലുകൾ ഏവ? പ്രളയ് മിസൈലുകളാണ് DRDO ഒഡീഷ തീരത്ത് വിക്ഷേപിച്ചത്. പ്രളയ് മിസൈലുകൾ അർദ്ധ ബാലിസ്റ്റിക് മിസൈലുകളാണ് പ്രളയ് മിസൈലുകൾ. 5ാം നൂറ്റാണ്ടിലെ കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പൽ ഏതാണ്? 5ാം നൂറ്റാണ്ടിന്റെ കപ്പലുകളുടെ മാതൃകയിൽ നിർമ്മിച്ചത് INS V കൗഡിന്യയാണ്. INS V കൗഡിന്യ 5ാം നൂറ്റാണ്ടിലെ കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പലാണ് INS V കൗഡിന്യ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ നടൻ മോഹൻ. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI പുറത്തിറക്കിയ ആധാറിന്റെ ഭാഗ്യചിഹ്നത്തിന്റെ പേര്? ആധാറിന്റെ ഭാഗ്യചിഹ്നമാണ് ഉദയ്. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ആധാറിന്റെ ഭാഗ്യചിഹ്നമാണ് ഉദയ്. ആധാറിന്റെ ഭാഗ്യചിഹ്നമായി ഉദയ് രൂപകൽപ്പന ചെയ്തതാരാണ്? അരുൺ ഗോകുലാണ്. അരുൺ ഗോകുൽ.
2026 ജനുവരി മുതൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം. 2026 ജനുവരി മുതൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയത് രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ. ബയോബിറ്റുമിൻ ഇന്ത്യ. ഗുജറാത്ത് സർക്കാർ സജ്ജമാക്കിയ ക്യാൻസർ പരിശോധനയ്ക്കായുള്ള ആധുനിക സംവിധാനമാണ് ആശാവർദ്ധൻ മൊബൈൽ യൂണിറ്റ്. ആശാവർദ്ധൻ മൊബൈൽ യൂണിറ്റ് സജ്ജമാക്കിയ സംവിധാനം പേര് ആശാവർദ്ധൻ മൊബൈൽ യൂണിറ്റ്. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി കോവളമാണ്. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടി വേദി കോവളം. ലോസ് ഏഞ്ചൽസിലെ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിച്ച മലയാള സിനിമ ബ്രഹ്മയുഗമാണ്. ബ്രഹ്മയുഗം എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലെ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ. ഏത് ഡേറ്റിനാണ്? 2026 ഫെബ്രുവരി 12. സിനിമ ഏതാണ്? ബ്രഹ്മയുഗം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമായത്? സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിതമായത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 3 ദിവസത്തെ ഉച്ചകോടി നടന്ന നഗരം ഏത്? ന്യൂഡൽഹിയിലാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 3 ദിവസത്തെ ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് സ്ഥാപിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവനോടെയുണ്ടോ എന്ന് കണ്ടെത്താൻ Are You Dead എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയ രാജ്യം. ആപ്പിന്റെ പേര് Are You Dead. പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന. അടുത്തിടെ നാസയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരിയാണ് സുനിത വില്യംസ്. സുനിത വില്യംസ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാമത് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ്. ദാവോസ്, സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്രം 2026 ലഭിച്ച ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയാണ്. ശുഭാംശു ശുക്ലയ്ക്ക് ലഭിച്ചത് അശോക ചക്ര. ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത സൈനിക ബഹുമതിയായ കീർത്തി ചക്ര. കീർത്തി ചക്ര ലഭിച്ചത് ആർക്കാണ്? പ്രശാന്ത് ബാലകൃഷ്ണനാണ്. അശോക ചക്ര ലഭിച്ചത് ശുഭാംശു ശുക്ല. കീർത്തി ചക്ര ലഭിച്ചത് പ്രശാന്ത് ബാലകൃഷ്ണൻ. 2026 ജനുവരിയിൽ കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മജീവിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ബാസിലസ് സബ്റ്റിലിസ് ആണ്. ബാസിലസ് സബ്റ്റിലിസ് ആണ് കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മജീവി. സ്വന്തമായി ഒരു ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. 2026 ജനുവരി 28 വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ആര്? അജിത് പവാർ. അജിത് പവാർ. ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച വിമാനത്താവളം സിയാലാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച വിമാനത്താവളം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി സവിശേഷ. പദ്ധതിയുടെ പേര് സവിശേഷ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് സവിശേഷ. സ്കൂൾ കുട്ടികളുടെ മാനസിക സുസ്ഥിതിയും പഠന പുരോഗതിയും ലക്ഷ്യമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹം. പദ്ധതിയുടെ പേര് സ്നേഹം. 4 Stars of Destiny എന്നത് ആരുടെ ആത്മകഥയാണ്? 4 Stars of Destiny എന്നത് ആരുടെ ആത്മകഥയാണ്? മുൻ കരസേന മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയാണ് 4 Stars of Destiny എന്നത്. എം നരവനെ. 2026 കാർഷിക വർഷമായി ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്.
കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച പുതിയ ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേര് ഭാരത് ടാക്സി. ഭാരത് ടാക്സി. 68ാമത് ഗ്രാമി പുരസ്കാര വേദിയിൽ ഓഡിയോ ബുക്ക് നരേഷൻ സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ലോക നേതാവ് ദലൈലാമയാണ്. ദലൈലാമ. മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിനെസ് ദ ദലൈലാമ എന്ന ഓഡിയോ ബുക്കിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. 68ാമത് ഗ്രാമി പുരസ്കാര വേദിയിൽ ഓഡിയോ ബുക്ക് നരേഷൻ സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ലോക നേതാവാണ് ദലൈലാമ. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ഏത് ശാസ്ത്രജ്ഞയ്ക്കാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്? ഡോക്ടർ ടെസ്സി തോമസിനാണ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ഏത് ശാസ്ത്രജ്ഞയ്ക്കാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്? ഡോക്ടർ ടെസ്സി തോമസ്. ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസിന് 2026 അർഹനായ ഇന്ത്യൻ വംശജൻ ആര്? വീരഭദ്രൻ രാമനാഥനാണ്. വീരഭദ്രൻ രാമനാഥൻ. ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസിന് 2026 അർഹനായ ഇന്ത്യൻ വംശജനാണ് വീരഭദ്രൻ രാമനാഥൻ. സംസ്ഥാന സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആര്? മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. സംസ്ഥാന സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി നൽകുന്ന വയലാർ സാഹിത്യ പുരസ്കാരം നേടിയത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. വയലാർ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. അരുന്ധതി റോയുടെ ഏത് പുസ്തകത്തിനാണ് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്? മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിനാണ് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. ആരുടേതാണ്? അരുന്ധതി റോയുടെ പുസ്തകമാണ്. 2026 ജനുവരിയിലെ ഇന്ത്യയിൽ നിന്ന് റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഏതെല്ലാം? ഇന്ത്യയിൽ നിന്നും റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ടത് ഉത്തർപ്രദേശിലെ പട്ന പക്ഷി സങ്കേതവും ഗുജറാത്തിലെ ചരിധണ്ടുമാണ്. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് ഉത്തർപ്രദേശിലെ പട്ന പക്ഷി സങ്കേതം, ഗുജറാത്തിലെ ചരിധണ്ട്. പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം ഗോവയാണ്. ആദ്യ സംസ്ഥാനം കേരളം. ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളം, 2ാമത്തെ സംസ്ഥാനം ഗോവ. ജ്യോതിശാസ്ത്രജ്ഞർ പുതുതായി കണ്ടെത്തിയ വാൽ നക്ഷത്രം ഏതാണ്? ജ്യോതിശാസ്ത്രജ്ഞർ പുതുതായി കണ്ടെത്തിയ വാൽ നക്ഷത്രമാണ് സീബ 2026 A1 മാപ്സ്. സീബ 2026 A1 മാപ്സ്. നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഉയർന്ന പാലുൽപാദന ശേഷിയുള്ള സിന്തറ്റിക് പശു ഇനങ്ങൾ? കരൺ ഫ്രൈസ്, വൃന്ദാവനി. കരൺ ഫ്രൈസ്, വൃന്ദാവനി. നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക്സ് റിസോഴ്സസ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഉയർന്ന പാലുൽപാദന ശേഷിയുള്ള സിന്തറ്റിക് പശുവിനങ്ങളാണ് കരൺ ഫ്രൈസ്, വൃന്ദാവനി തുടങ്ങിയവ. കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ മുഖ്യാതിഥിയായത് സുനിത വില്യംസ്. സുനിത വില്യംസ്. 2026 ജനുവരി നടന്ന 38ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയായത് എറണാകുളം. 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എറണാകുളം. 2026 ജനുവരി 12 വിക്ഷേപിച്ച ISROയുടെ ഏത് ദൗത്യമാണ് പരാജയപ്പെട്ടത്? PSLV C-62 ആണ്. PSLV C-62. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത് ലക്കിടി. പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത്. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരെ തിരികെ കൊണ്ടുവരാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിനാണ് തിരികെ. ക്യാമ്പയിൻ്റെ പേര് തിരികെ. ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീട ജേതാക്കൾ കണ്ണൂരാണ്. 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. ജേതാക്കൾ കണ്ണൂർ. 2026 എന്തിൻ്റെയൊക്കെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്?
സുസ്ഥിര വികസന സന്നദ്ധ പ്രവർത്തകരുടെ വർഷം, ഇന്റർനാഷണൽ ഇയർ ഓഫ് വോളണ്ടിയേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം എന്നിവയാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. 2026 റിപ്പബ്ലിക് പരേഡിന്റെ പ്രധാന പ്രമേയം എന്തായിരുന്നു? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. വന്ദേ മാതരത്തിന്റെ 150ാമത് വാർഷികം പ്രമേയമാക്കി 2026 77ാമത് റിപ്പബ്ലിക് പരേഡിനായിട്ട് സംഗീതം ചിട്ടപ്പെടുത്തിയത് MM കീരവാണിയാണ്. MM കീരവാണി. വനിതകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യർ. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ശാരദ. 2026 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് തിരുവിഴ ജയശങ്കർ. 2026 പത്മഭൂഷൺ ലഭിച്ച ടെന്നീസ് താരം വിജയ് അമൃത്രാജ്. പത്മഭൂഷൺ ലഭിച്ച ടെന്നീസ് താരം വിജയ് അമൃത്രാജ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. 2026 G7 ഉച്ചകോടി എവിടെയാണ്? ഫ്രാൻസ്. ISROയുടെ അന്വേഷ EOS N1 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച വാഹനം PSLV C62 ആണ്. അന്വേഷ. നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO നിധി ചിബ്ബറാണ്. നിധി ചിബ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. 2026 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാൻ. തുടർച്ചയായി 9 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമൻ. നിതി ആയോഗ് ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സംസ്ഥാനം മിസോറം. മാധവ് ഗാഡ്ഗിൽ മലനിരകളുടെ കാവൽക്കാരൻ എന്ന പുസ്തകം രചിച്ചത് സിദ്ധാര പോൾ. 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2ാം സ്ഥാനം ജമ്മു കാശ്മീരിനാണ്. കേരളത്തിന് 3ാം സ്ഥാനമാണ് ലഭിച്ചത്. 1ാം സ്ഥാനം മഹാരാഷ്ട്ര. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക്. ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 4. 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും പരമ്പരാഗത വിജ്ഞാനവും സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കുന്നു. വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. ലോക തണ്ണീർത്തടം ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 2. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത വിജ്ഞാനവും സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കുന്നു. 2026 ആബേൽ പുരസ്കാര ജേതാവ് ഗേറ്റ് ഫ്ലാറ്റിങ്സ് ആണ്. ഗേറ്റ് ഫ്ലാറ്റിങ്സ്. KPP നമ്പ്യാർ പുരസ്കാര ജേതാവ് ഡോക്ടർ വി നാരായണൻ. ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മലയാള വിഭാഗത്തിനുള്ള യുവ പുരസ്കാരം ലഭിച്ചത് അഖിൽ P ധർമ്മജനാണ്. രാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിന്. 2025 OV വിജയൻ സ്മാരക നോവൽ അവാർഡ് ലഭിച്ച നോവൽ ഉലയാണ്. ഉല ആരുടേതാണ്? KV മോഹൻ കുമാറിന്റെ നോവലാണ് ഉല. OV വിജയൻ സ്മാരക നോവൽ അവാർഡ്. റഷ്യയ്ക്ക് ശേഷം പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ച ലോകത്തിലെ 2ാമത്തെ രാജ്യം ഇന്ത്യ. ആദ്യത്തേത് റഷ്യയാണ്. പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ച ലോകത്തിലെ ആദ്യ രാജ്യം റഷ്യ, 2ാമത്തെ രാജ്യം ഇന്ത്യ. മെനോർക്ക മാസ്റ്റേഴ്സ് റാപ്പിഡ് ചെസ് കിരീടം നേടിയ മലയാളി താരം നിഹാൽ സരിൻ. മെനോർക്ക മാസ്റ്റേഴ്സ് റാപ്പിഡ് ചെസ് കിരീടം നേടിയ മലയാളി താരമാണ് നിഹാൽ സരിൻ. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായി നിയമിതനായ മലയാളി നടൻ കൃഷ്ണകുമാർ. അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഇന്ത്യൻ സൈന്യത്തിന് കൈമാറിയ ലൈറ്റ് മെഷീൻ ഗണ്ണാണ് പ്രഹർ. പേര് പ്രഹർ.
ലൈറ്റ് മെഷീൻ ഗൺ നിർമ്മിച്ചത് അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്. പ്രഹർ ഇന്ത്യയുടെ ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രഹർ പോലുള്ള ആയുധങ്ങൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നത്? ആത്മനിർഭർ ഭാരത്. ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. നിലവിൽ ആദ്യത്തെ LPG ATM നിലവിൽ എവിടെയാണ്? ഗുരുഗ്രാമിലാണ്. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ LPG ATM നിലവിൽ വന്നത്. ഏത് പൊതുമേഖലാ സ്ഥാപനമാണ് ഗുരുഗ്രാമിൽ ആദ്യത്തെ LPG ATM ആരംഭിച്ചത്? ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്, BPCL. അൽഷിമേഴ്സ് രോഗം പ്രതിരോധിക്കാൻ നിർണായകമാണെന്ന് ഡോക്ടർ ഷീജ നവക്കോട് കണ്ടെത്തിയ രാസസംയുക്തം ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആണ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് കണ്ടെത്തിയത് ഡോക്ടർ ഷീജ നവക്കോട്. ചന്ദ്രനിലേക്ക് യാത്ര ചെയ്ത ആദ്യ വനിത ക്രിസ്റ്റീന കോച്ച്. ക്രിസ്റ്റീന കോച്ച്. ആർടെമിസ് 2 ദൗത്യത്തിൽ പങ്കെടുത്ത കനേഡിയൻ ബഹിരാകാശ ഏജൻസിയിലെ യാത്രികൻ ജെറമി ഹാൻസൺ. ജെറമി ഹാൻസൺ. ആർടെമിസ് 2 പേടകം ഭൂമിയിൽ തിരിച്ചിറങ്ങിയത് എവിടെയാണ്? സാന്റിയാഗോ തീരത്താണ്. 2026 ഏപ്രിൽ 10. ആർടെമിസ് 2 ദൗത്യം വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ്? ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നുമാണ്. ആർടെമിസ് 2 ദൗത്യം എത്ര ദിവസം നീണ്ടുനിന്നു? 10 ദിവസം. ആർടെമിസ് 2 ദൗത്യത്തിൽ പങ്കെടുത്ത മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റീന കോച്ച്. ആർടെമിസ് 2 ദൗത്യത്തിലെ യാത്രികർ ആരൊക്കെയായിരുന്നു? റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വനിത എന്ന റെക്കോർഡ് ഇപ്പോൾ ആർക്കാണ് സ്വന്തം? ക്രിസ്റ്റീന കോച്ചിനാണ്. ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് ആർടെമിസ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്? അമേരിക്ക. നാസയാണ് നേതൃത്വം നൽകുന്നത്. 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ 3ാമത്തെ അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണ്? INS അരിദമനാണ്. INS അരിദമൻ. അടുത്ത ചോദ്യം, 2025 ലോക ആർച്ചറി അവാർഡിൽ മികച്ച പാര ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് ശീതൾ ദേവി. ശീതൾ ദേവി. വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ടോ ലാമ. ടോ ലാമ. ഏക സിവിൽ കോഡ് പാസ്സാക്കിയ ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം ഗുജറാത്ത്. ആദ്യ സംസ്ഥാനം ഏതായിരുന്നു? ഉത്തരാഖണ്ഡ്. ബ്രിട്ടനിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത് പെരിയസ്വാമി കുമാരൻ. ഏത് തെക്കേ അമേരിക്കൻ രാജ്യമാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പുറത്തുപോയത്? അർജന്റീന. ജൻ വിശ്വാസ് ഭേദഗതി ബിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലാണ് ജൻ വിശ്വാസ് ഭേദഗതി ബിൽ. ഇന്ധന റേഷനിങ് നടപ്പിലാക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യം സ്ലോവേനിയ. സ്ലോവേനിയ. ഇന്ധന റേഷനിങ്. 2027 ഇന്ത്യൻ സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുദർശൻ പട്നായിക് ആണ്. പ്രശസ്തനായ സാൻഡ് ആർട്ടിസ്റ്റ് സുദർശൻ പട്നായിക് ആണ് 2027 ഇന്ത്യൻ സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാം വാർഷിക സമ്മേളനം എവിടെയാണ് നടന്നത്? ദാവോസ് ആണ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുന്നതിനായി CBI പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് അഭയ്. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISRO 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ജപ്പാനുമായുള്ള സംയുക്ത ചാന്ദ്ര ദൗത്യത്തിന്റെ പേര് ലുപെക്സ്. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. ഏത് രാജ്യവുമായിട്ടാണ്? ജപ്പാൻ. 2026 ജനുവരി 28-നുണ്ടായ വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരം കരുത്തോടെ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യർ. കവി K. സച്ചിദാനന്ദന്റെ ആത്മകഥ അവിരാമം. അവിരാമം എന്നത് ആരുടെ ആത്മകഥയാണ്? K. സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് അവിരാമം. വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ
150 വാർഷികം പ്രമേയമാക്കി 2026 77ാമത് റിപ്പബ്ലിക് പരേഡിനായിട്ട് സംഗീതം ചിട്ടപ്പെടുത്തിയത് MM കീരവാണിയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയതായിരുന്നു. റിപ്പബ്ലിക് പരേഡിന്റെ പ്രധാന പ്രമേയം എന്തായിരുന്നു? വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നതായിരുന്നു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ സമൃദ്ധ. പദ്ധതിയുടെ പേര് ഈ സമൃദ്ധ. അടുത്തിടെ നാസയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ സമൃദ്ധ. പദ്ധതിയുടെ പേര് ഈ സമൃദ്ധ. 2026 സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ NS മാധവൻ. ഐക്യരാഷ്ട്രസഭ ആദ്യമായി ലോക തടാക ദിനം ആചരിച്ചത് എന്നാണ്? ഓഗസ്റ്റ് 27, ലോക തടാക ദിനം. 2025 സമാധാന നോബൽ ജേതാവ് മരിയ കുറീന മച്ചാഡോ. 2025 കേരളശ്രീ പുരസ്കാരം നേടിയ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ. 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ മാലദ്വീപിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ഷാഹിന അലി. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ഹേഗാണ്, നെതർലാൻഡ്സിലെ ഹേഗ്. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് 2026 ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ബ്രിക്സ് ഉച്ചകോടി 2026 ഇന്ത്യ. ശുക്രനെ കുറിച്ച് പഠിക്കാൻ റഷ്യ വികസിപ്പിക്കുന്ന ബഹിരാകാശ ദൗത്യമാണ് വനീറ ഡി. ശുക്രനെ കുറിച്ച് പഠിക്കാൻ റഷ്യ വികസിപ്പിക്കുന്ന ബഹിരാകാശ ദൗത്യം. 2025 ലോസോൺ ദിനത്തിന്റെ പ്രമേയം ശാസ്ത്രത്തിൽ നിന്ന് ആഗോള പ്രവർത്തനത്തിലേക്ക്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. സംസ്ഥാന സർക്കാർ വാഹനങ്ങൾക്കായി അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡ് KL-19. റാംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഇൻഡോർ ഉദയ്പൂർ. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ലാസ്ലോ ക്രാസ്നഹോർക്കി, ഹംഗറിയുടെ ലാസ്ലോ ക്രാസ്നഹോർക്കി. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ട്രയോണ്ട. 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ്. സ്ഥാപിച്ചതാരാണ്? സഫീന ഹുസൈനാണ്. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി താരം മോഹൻലാൽ. 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം? PB അനീഷ്, കാർഷിക മേഖലയിൽ നിന്നും രാജശ്രീ വാര്യർ, കലാരംഗം. കേരള പ്രഭ പുരസ്കാരം. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റാംസർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ജയശ്രീ വെങ്കടേശ്വരൻ. ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ദീപ ബാസ്തി. 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രം സ്കിൻ ഓഫ് യൂത്ത്. സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയതിന് 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിൽ ആദരിക്കപ്പെട്ട നടനാരാണ്? രജനീകാന്ത്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം? സാമ്പത്തിക ശാസ്ത്രം. ജോയൽ മോക്കിർ, ഫിലിപ്പ് ആഗ്യോൺ, പീറ്റർ ഹോവിറ്റ്. 2025 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയവർ ആരെല്ലാം? മേരി ഇ ബ്രെൻകോ, ഫ്രെഡ് റാംസ്റ്റൽ, ഷിമോൺ സക്കാഗുച്ചി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.